തൃശൂരിലും വോട്ട് ക്രമക്കേടെന്ന വി.എസ്. സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണച്ച് തൃശൂർ ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചീഫ് ഇലക്ടറൽ ഓഫീസർ, കളക്ടറാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഹീസ് ദ പാർട്ട് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ. പുള്ളി ഇലക്ഷൻ കമ്മീഷന്റെ പാർട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ്. അപ്പോൾ അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയാണ് ജില്ലയിലെ. അപ്പൊ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അദ്ദേഹം അതിലെടുത്ത നിലപാട് എന്ന് പറയുന്നത് പിന്നെ വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ വി ആർ ഹെൽപ്ലെസ് എന്നുള്ളതാണ്. അതല്ലായിരുന്നു. നമ്മൾ ചൂണ്ടിക്കാണിച്ചു ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തു നിന്നാണ്, അപ്പൊ ഫേക്ക് വോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നത്. സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണം. എന്നാലാണ് ഇതിൽ ഓരോരുത്തരുടെ പാർട്ട് എന്താണെന്ന് വ്യക്തമാവുള്ളൂ. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. അനീഷ്, വോട്ട് ക്രമക്കേടെന്ന വി.എസ്. സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണയ്ക്കുകയാണ് തൃശൂർ ഡി.സി.സി പ്രസിഡന്റ്. വിശദമായൊരു സ്വതന്ത്രമായൊരു അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും അത് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സുനിൽകുമാറും ഇതേ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. സുനിൽകുമാർ നമുക്കറിയാം തൃശ്ശൂരിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ. സുനിൽകുമാറിനെ പിന്തുണച്ചാണ് ഇപ്പോൾ ഡി.സി.സി പ്രസിഡന്റ്, കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ടാജറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഡി.സി.സി പ്രസിഡന്റ് ആരോപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അന്നത്തെ കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണ തേജയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തി എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് അന്ന് തന്നെ പരാതി നൽകിയിരുന്നു എന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. ഇത് വെറുതെ ഒരു പരാതി നൽകിയതല്ല. 10 ഫ്ളാറ്റുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഈ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്ന് കോൺഗ്രസ് പരാതി നൽകിയത്. പക്ഷെ കളക്ടർ അന്ന് പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു മറുപടിയാണ് കൊടുത്തതെന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. കളക്ടർ മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വരെ, BLOമാർ വരെയുള്ളവരുടെ നടപടി അന്വേഷിക്കണം, അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു ആരോപണം കൂടി ജോസഫ് ടാജറ്റ് പറയുന്നുണ്ട്. കളക്ടർക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. തൃശൂർ നിയോജക മണ്ഡലം മാത്രമല്ല 7 നിയോജക മണ്ഡലങ്ങളെ വോട്ടർ പട്ടിക കോൺഗ്രസ് ഇനി പരിശോധിക്കും, അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. എത്തരത്തിലൊക്കെ ഇത്തരത്തിൽ അനധികൃതമായ ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മറ്റൊരു പ്രധാന ആരോപണം തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയുടെ നേർക്കുള്ള ഒരു ആരോപണം കൂടി ടാജറ്റ് ഉന്നയിക്കുന്നുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ ബന്ധുക്കളെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. മാത്രമല്ല ഈ തൃശ്ശൂർ മണ്ഡലത്തിന് പുറത്തുള്ള ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകളെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വോട്ട് ചേർത്തു. ഇത്തരത്തിൽ അനധികൃതമായി നിരവധി വോട്ടുകൾ ചേർത്തു. ഇതിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് BJPയുടെ വിജയം എന്നുള്ളൊരു ആരോപണം കൂടി ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലാണ് ജോസഫ് ടാജറ്റും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ വി.എസ്. സുനിൽകുമാറും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നു. സുപ്രീം കോടതി ഉൾപ്പെടെ ഉന്നതമായിട്ടുള്ള ഏജൻസി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കണം എന്നുള്ള തരത്തിൽ സുനിൽകുമാർ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് കോൺഗ്രസും സമാന രീതിയിലുള്ള ആരോപണവും ആവശ്യങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആതിര. ശരി അനീഷ്, തൃശൂരിലും വോട്ട് ക്രമക്കേടെന്ന വി.എസ്. സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണച്ച് ഡി.സി.സി തൃശൂർ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടവേള.